ഹലോ, എല്ലാവർക്കും ടേൽസ് ഓഫ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഇൻ മഷ്റൂം സോസ് ആണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മഷ്റൂം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് റോസ്മേരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡ്രൈഡ് റോസ്മേരി ആണ് എടുത്തിരിക്കുന്നത്. ഗ്രീൻ റോസ്മേരി കിട്ടുവാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. പിന്നെ 2 അനിയൻ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മഷ്റൂം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തീരെ കനം കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഞാൻ അനിയൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും തീരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അനിയൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ ആണ്. ചിക്കൻ ബ്രസ്റ്റ് പീസ് 2 എണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതും തീരെ കനം കുറച്ച് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ ചിക്കൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മിനിറ്റിന് ശേഷം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ 5 പീസ് ഗാർലിക് തീരെ പൊടിയായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോകരുത്, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ആയി കഴിയുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച അതേ പാനിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മഷ്റൂം വഴന്ന് കഴിയുമ്പോൾ അനിയൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതിനുശേഷം റോസ്മേരി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ റോസ്മേരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കയ്പുണ്ടാകും. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടർ നല്ലപോലെ മെൽറ്റായി വരണം. സോൾട്ടഡ് ബട്ടർ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ചിക്കനിലും നമ്മൾ സോൾട്ട് ഇട്ടിരുന്നു, അതുകൊണ്ട് വേറെ സോൾട്ട് ഒന്നും ചേർത്തിട്ടില്ല. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീം ആണ് കേട്ടോ. 1 കപ്പ് ഫ്രഷ് ക്രീം ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തത്. 250 ml കപ്പാണ്. കുറച്ച് തിക്കായിട്ടുള്ള സോസാണ് ഞാൻ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ ഫ്രഷ് ക്രീം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഫ്രഷ് ക്രീം വെച്ച് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൈമിൽ നിങ്ങൾക്ക് ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്തിരുന്നു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ക്രഷ്ഡ് മസ്റ്റാർഡ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ കുറച്ച് കൊറിയാണ്ടർ ലീഫ് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പാസ്ലി ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്ക് പാസ്ലി അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാഞ്ഞത്. നിങ്ങൾക്ക് പാസ്ലിയും ഒറിഗാനോയും കിട്ടുവാണെങ്കിൽ അതെന്തായാലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലീഫ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇൻ മഷ്റൂം സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടെ ഇട്ടൊന്ന് ഗാർണിഷും ചെയ്തിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കത്ത് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല ക്രീമി മഷ്റൂം സോസിന്റെ കൂടെ ചിക്കനും കൂടെ ആഡ് ചെയ്യുമ്പോഴുള്ള ടേസ്റ്റ് വേറെ തന്നെയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.